ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കള്ളപ്പം ചിക്കൻ കുറുമ ഒന്ന് റെഡിയാക്കി നോക്കിയാലോ. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യും കൂടെ ചെയ്തേക്കണേ. അപ്പം നമുക്ക് എന്തൊക്കെയാണ് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളൊരു 3/4 കിലോ പച്ചരി കുതിർത്ത് വാരി വെച്ചിട്ടുണ്ട്. അതെല്ലാം വെള്ളമൊക്കെ എല്ലാം ഊറ്റിക്കളഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ, നാടൻ കള്ളാണ്, ഇതിൽ മായൊന്നും ചേർക്കാത്ത നല്ല കള്ള് കിട്ടിയപ്പോൾ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പിന്നെ കുറച്ച് ജീരകം, 1 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 4 ചെറിയുള്ളി, 2 വെളുത്തുള്ളി, 1 കപ്പ് ചോറ്, പിന്നെ അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുത്ത് വരാം. ഒരുമിച്ച് അരക്കില്ല, അപ്പോൾ 2-3 തവണയായിട്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. കള്ളൊഴിച്ച് അരച്ചതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്താൽ മതി. വെള്ളം അധികമായി പോകരുത്. നമുക്കൊരു ദോശമാവിൻ്റെ ഒക്കെ ഒരു ഇതിൽ കിട്ടിയാൽ മതി കേട്ടോ. ദോശമാവൊക്കെ നമ്മൾ ഇഡ്ഡലി മാവല്ല, ദോശമാവിൻ്റെ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതിയേ. നമുക്ക് അരിയെല്ലാം ഒന്ന് അരച്ചിട്ട് വരാതെ. നമുക്ക് കള്ളപ്പം ഉണ്ടാക്കാനുള്ള കള്ളൊന്നും എപ്പോഴും കിട്ടാറില്ല. ഇതിപ്പോൾ ഇങ്ങനെ കിട്ടിയപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അരിയെല്ലാം അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ അരി അരച്ചതെല്ലാം കൂടെ ഒരു തവി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്കൊരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അത് അപ്പോഴാണ് നല്ലപോലെ മാവെല്ലാം പൊന്തി വരിക. ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാവേ. ആറ് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ മാവ് തുറന്ന് നോക്കുന്ന സമയത്ത് ഇതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. നല്ല പതുപതിനെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ മാവെല്ലാം. പിന്നെ നമുക്കൊരു ദോശക്കല്ല് വയ്ക്കാം. ദോശക്കല്ലിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്താലും മതി. കല്ല് നല്ലപോലെ ചൂടായതിന് ശേഷം ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാവ് ഒത്തിരി തിന്നായിട്ടല്ല ഒഴിച്ചു കൊടുക്കണ്ടേ, കുറച്ച് കട്ടിയിൽ ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ടൊരു പാത്രം വെച്ചിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മൂടി വെച്ച് അടച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിക്കുന്നത്. തിരിച്ചിട്ടും കൊടുക്കണം കേട്ടോ. 2 സൈഡും ഒരുപോലെ വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ എല്ലാ മാവും ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. നമുക്ക് നല്ല കള്ളപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാക്കിയുള്ള എല്ലാ മാവും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ചിക്കൻ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒക്കെ നല്ലപോലെ ചൂടായതിന് ശേഷമാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക,
ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടതൊന്ന് മൂത്തതിന് ശേഷം കുറച്ച് സവോള ചെറുതാക്കി അരിഞ്ഞത്, നീളത്തിന് കനം കുറച്ച് അരിഞ്ഞത് ചേർത്തൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ചൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് 2 പച്ചമുളകും കൂടെ കീറിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിരുന്നു കേട്ടോ. ഇതെല്ലാം നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചിക്കൻ കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ സവാളയിൽ ഉപ്പ് ചേർത്തതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കരുത്, കാരണം ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ചിക്കനിലെ വെള്ളം ഇറങ്ങും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാമേ. ഒരു 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ അരച്ചിട്ട് വരാവേ. അതിലേക്ക് ഒരു പിടി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു പിടി തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, 4 ചെറിയുള്ളിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുറുമ വിസിലൊക്കെ വന്ന് വെന്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും തിളയ്ക്കണ്ട, ഒന്ന് ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ചെറുതായിട്ട് തിള വരുന്ന സമയം കൊണ്ട് നമ്മളിതിലേക്ക് കുരുമുളക് പൊടി 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കുറുമയും കള്ളപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം.